ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ മാത്തമാറ്റിക്സ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ നമ്പേഴ്സ് 3, 5, 4 ആൻഡ് 0. 3, 5, 4, 0 എന്നീ നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നോക്കൂ. ഈ 3, 5, 4, 0 ആണ് നമ്പറിൽ ഏറ്റവും ചെറിയ സംഖ്യ. നമുക്കറിയാം 0 ആണ്, പക്ഷെ 0 ഫസ്റ്റ് എഴുതാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയായ 3 ആദ്യം എഴുതണം അല്ലേ. ഓക്കെ, നമുക്ക് 3 ആദ്യം എഴുതാം. 3, ദെൻ നെക്സ്റ്റ് 0, ദെൻ 4, 5 അല്ല. അപ്പം ആൻസർ എത്രയാണ്? 3045. Okay, then look at the number card of 3608. Filling the blank on the card. 3608 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 300608 വൺസ് എന്ന് എഴുതാമല്ലേ. 3000 എന്ന് പറഞ്ഞാൽ 3000 ആയല്ലേ. ദെൻ 608 വൺസ്. ദെൻ 3060 ടെൻസ് ആൻഡ് 8 വൺസ്. ദെൻ 3608 വൺസ്. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം കൂട്ടുകാരെ? യെസ്, 3000. എന്ത് ചെയ്യാം? യെസ്, 1000, 3000, then 600s, 600s, then 8 ones. Okay, 3600, then 8 ones. ഇതുപോലെ എഴുതാമല്ലോ നമുക്ക്. ഓക്കെ, 3000, then 600s and 8 ones. അപ്പോൾ എന്താ വായിക്കുക നമ്മൾ? യെസ്, 3608 എന്ന് നമുക്ക് വായിക്കാമല്ലോ. 3608 ones. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ. ഇൻ ദ നമ്പർ 4843 വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 3? 3യുടെ പ്ലേസ് വാല്യൂ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, 3യുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താവും? യെസ്, വൺസ് ആണല്ലേ. വൺസ്, 3 ones, 4 tens, then 8 hundreds, then 4 thousands അല്ലേ വരുന്നത്. അപ്പം വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 3? യെസ്, വൺസ്. 3യുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് യെസ് വൺസ് ആണ്. ദെൻ വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 8? 8ൻ്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? അതെ, 100 ആണല്ലേ. നമ്മൾ പറഞ്ഞു വൺസ്, ടെൻസ്, ദെൻ 100 അല്ലേ. അപ്പോൾ 100 എത്രയാണ്? 8ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് യെസ് 100. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the difference between the place value of 4 in the number 4843? നമുക്കറിയാം 4843 4ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1000 ആണല്ലേ. 4ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് 1000 ആണ്, പിന്നെ ഒന്നോ ടെൻസും ആണല്ലേ അല്ലേ. നോക്കൂ, 3 ones, 4 tens, 8 hundreds, then 4000 അല്ലേ. 4000 അല്ലേ വരുന്നത്. 4000, അതായത് 3 ഒന്നുകൾ, 4 പത്തുകൾ, 8 നൂറുകൾ, 4 ആയിരങ്ങൾ എന്നല്ലേ വരിക. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് വാല്യൂ 4 എത്രയാണ്? ഇവിടെ നോക്കൂ, ഇവിടെ ആയിരങ്ങളാണ്. 4000 എന്ന് പറഞ്ഞാൽ 4000 ആയല്ലേ. 4000 ചേർന്നാൽ എത്രയായി? യെസ്, 4000. അപ്പം നമുക്ക് 4000 എന്ന് എഴുതാമല്ലേ. 4000. ദെൻ മൈനസ് എത്രയാണ് വരിക? അവിടെ നോക്കൂ, നെക്സ്റ്റ് 4ൻ്റെ വാല്യൂ എത്രയാണ്? ടെൻസിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ടെൻസ് എത്രയാണ്? 40. അപ്പോൾ 4000 മൈനസ് 40 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? യെസ്, 3960 അല്ലേ. അതായത് 3960. ഓക്കെ, then activity identify the shapes. Color the circles red, the triangles green, the square yellow and the rectangles blue in picture given above. മുകളിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾസിനൊക്കെ റെഡ് കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സർക്കിൾസിന് എന്താണ്? റെഡ് കളറാണ് കൊടുക്കേണ്ടത്. സർക്കിൾസിന് റെഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, സർക്കിൾസിന് റെഡ് കൊടുക്കുക. സർക്കിൾസിനൊക്കെ എന്ത് ചെയ്യുക? റെഡ് കളർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ,
ട്രയാങ്കിൾസിന് ഗ്രീൻ ആണല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾസിന് ഗ്രീന് കൊടുക്കുക ആൻഡ് ദ സ്ക്വയറിന് യെല്ലോവും കൊടുക്കുക. ദെൻ കൗണ്ട് ദ ഷേപ്സ് ആൻഡ് റൈറ്റ് അല്ലേ. എന്തിനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ ഓരോ ഷേപ്സും കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൗണ്ട് ചെയ്ത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്ക്വയർ എത്രണ്ണം വരുന്നുണ്ട് നോക്കൂ. സ്ക്വയർ എത്രണ്ണമാണ് വരുന്നത്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 4 വശങ്ങളും തുല്യമായിരിക്കണം അല്ലേ. റൈറ്റ്. സ്ക്വയർ എത്രണ്ണം വരുന്നുണ്ട് കൂട്ടുകാരെ? യെസ്, 6 ആണല്ലേ. സ്ക്വയർ എത്രണ്ണം വരുന്നത് എണ്ണി നോക്ക് നിങ്ങൾ. 6 എണ്ണമാണുള്ളത്. ദെൻ ട്രയാങ്കിളോ? യെസ്, 3 ആണുള്ളത്. ദെൻ റെക്റ്റാങ്കിൾ എത്രണ്ണമുണ്ട്? ചതുരം? യെസ്, 4 ആണല്ലേ ഉള്ളത്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ. സ്ക്വയറിന് എന്താണ്? ഇറ്റ് ഹാസ് ഡാഷ് കോർണേഴ്സ് എന്ന് നൽകിയിട്ടുണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? 4 മൂലകളല്ലേ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 4 എന്ന് എഴുതാം അല്ലേ. ദെൻ ഇറ്റ് ഹാസ് 3 കോർണേഴ്സ്. ദെൻ ഇറ്റ് ഹാസ് നോ സൈഡ്സ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായിരിക്കും? അതേ, സർക്കിൾ ആണല്ലേ. ഇവിടെ എന്ത് എഴുതേണ്ടത്? സർക്കിൾ. ദെൻ ഇറ്റ് ഹാസ് 4 സൈഡ്സ്. ദെൻ ട്രയാങ്കിൾസിന് എത്ര സൈഡ്സ് ആണുള്ളത്? ഇറ്റ് ഹാസ് 3 സൈഡ്സ് ആണല്ലേ. എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് അല്ലേ ഉള്ളത്. യെസ്. ദെൻ ഇറ്റ് ഹാസ് നോ കോർണേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് നോ സൈഡ്സ്. അപ്പോൾ ഇത് സർക്കിൾ ആണല്ലേ, ഇവിടെ എഴുതേണ്ടത് സർക്കിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 3 സ്റ്റാമ്പ് ഡിസ്ട്രിബ്യൂഷൻ. Vattakkota LP School classes from standard 1 to 5. All the children in the school were given a stamp of 20 rupees each. Find the amount received from each class and complete the table. ഒന്നാം ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 40 സ്റ്റുഡൻസ് ആണുള്ളത്. എമൗണ്ട് RS 40 സ്റ്റുഡൻസ്. ഒരു സ്റ്റാമ്പിൻ്റെ വില നമുക്കറിയാം എത്ര രൂപയാണ്? 20 രൂപയാണല്ലേ. അപ്പോൾ 40 സ്റ്റാമ്പിന് എത്ര രൂപയായിരിക്കും? എങ്ങനെ നമുക്ക് കണ്ടെത്താം? യെസ്, നമ്മളെങ്ങനെ കണ്ടെത്തും? യെസ്, 40 × 20 ആണല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 4നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 8. ദെൻ സീറോസ്, 2 സീറോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആൻസർ കിട്ടിയല്ലോ നമുക്ക്. 800, 800 ആണ് കിട്ടുന്നത് അല്ലേ. ദെൻ 38 ആണ് നെക്സ്റ്റ്. അപ്പോൾ 38 × 2 അല്ലേ. 38 × 2. യെസ്, 38 × 2 76. അപ്പോൾ 760 അല്ലേ. 20 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 കൊണ്ട് ഗുണിച്ചതിന് ശേഷം ഉത്തരം കണ്ടെത്തിയതിന് ശേഷം അതിൽ 0 ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. ദെൻ 42 എണ്ണമാണുള്ളത്. 42 അല്ലേ. ഓക്കെ, 42 × 20 എന്നാണ് വരേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 42 × 2. 2 × 2, 2 × 4, 8, 84. അപ്പോൾ 840. ഓക്കെ, ദെൻ 5ാം ക്ലാസ്സിൽ നോക്കൂ. 4ാം ക്ലാസ്സിൽ നോക്കൂ. 45 ആണല്ലേ. അപ്പോൾ 45 × 2. 45 × 2 90 നമുക്ക് അറിയാമല്ലേ. നോക്കാം. 25 10, 4 2 4 2 8, 8 3 9. അപ്പോൾ എത്രയായി? യെസ്, 900 അല്ലേ. 900. ഓക്കെ, ദെൻ the total collection from standard 5 RS 700. How many students are there in standard 5? സ്റ്റാൻഡേർഡ് 5ൽ ആകെ എത്ര ടോട്ടൽ കളക്ഷൻ എത്രയാണ്? 700 ആണല്ലേ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ സ്റ്റുഡൻസ് എത്ര ഉണ്ട് അല്ലേ. അതായത് 5ാം ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, 700 ഡിവൈഡഡ് ബൈ 20. 700 ഡിവൈഡഡ് ബൈ, അതായത് 700 ഹരിക്കണം 20. അതായത് 700 ഡിവൈഡഡ് ബൈ 20. 0 ക്യാൻസൽ ചെയ്ത് ദെൻ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഓക്കെ, യെസ്. ദെൻ യെസ്, എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 35 അല്ലേ. ആൻസർ എത്രയാണ്? 35. ആൻസർ നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ് കൂട്ടുകാരെ? 35 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 4 ബീഡ് നെക്ലേസ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. Tahira bought different types of beads to make bead necklace. She counted the beads and grouped them. Check the table and complete it. എന്തൊക്കെയാണ്? കളർ യെല്ലോ. ടോട്ടൽ 38 ആണ്. നമ്പർ ഓഫ് ബീഡ്സ് ഇൻ 1 സെറ്റ് എത്രയാണ്? 5. ദ നമ്പർ ഓഫ് സെറ്റ്സ് 7. ദ നമ്പർ ഓഫ് ബീഡ്സ് റിമൈനിങ് എത്രയാണ്? 3 ആണല്ലേ. ഇനി ബ്ലൂ നോക്കൂ. 42 ആണ്. നമ്പർ ഓഫ് ബീഡ്സ് ഇൻ 1 സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ദ നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ടാവും നമ്മൾ കണ്ടെത്തണം അല്ലേ. അപ്പോൾ എത്ര നമ്പർ? 42നെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഹരിക്കണം അല്ലേ. 42 ഹരിക്കണം 6. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക?
യെസ്, എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 42നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ യെസ് 7 അല്ലേ, 6 7 42. ദെൻ 0 അല്ലേ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം എത്രയാണ് ഇവിടെ വരുന്നത്? 7. ഓക്കെ, ആൻസർ എത്രയാണ് ഇവിടെ? 7. ദെൻ 3 ആണല്ലേ, 32. ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ 1 സെറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ദ നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണ്? യെസ് 10 ആണല്ലേ. അപ്പം 10 ഇൻറ്റു 3 എത്രയായി? 30. ദെൻ റിമൈനിങ് എത്രയായിരിക്കും? യെസ് 2 അല്ലേ, റിമൈനിങ് എന്ന് പറയുന്നത് 2. ഓക്കെ, ദെൻ 40 ഉണ്ട്. ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ 1 സെറ്റ്, നമ്പർ ഓഫ് സെറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 5 ആണല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ട്രീഡ്സ് ഇൻ 1 സെറ്റ് എത്രയായിരിക്കും? യെസ്, അതായത് നമ്പർ ഓഫ് ബീഡ്സ് റിമൈനിങ് നമുക്ക് നൽകിയിട്ടുണ്ട് സീറോസ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? 40നെ 5 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതിയല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതെ, 8. ഓക്കെ, ദെൻ റെഡ്, നമ്പർ ഓഫ് ബീഡ്സ് ഇൻ 1 സെറ്റ് 6 ആണ്. നമ്പർ ഓഫ് സെറ്റ്സ് 6 ആണ്. ദെൻ നമ്പർ ഓഫ് ബീഡ്സ് റിമൈനിങ് എത്രയാണ്? യെസ് 1 ആണല്ലേ. അപ്പോൾ എത്ര എണ്ണം റിമൈനിങ് വരുന്നുണ്ട്? 1. അപ്പോൾ ഏതായിരിക്കും ടോട്ടൽ? അതായത് ടോട്ടൽ എത്രയായിരിക്കും? യെസ് 6 ഇൻറ്റു 6 എത്രയാണ്? യെസ് 6 36. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? യെസ് 37 അല്ലേ. റെഡ് 37, 1 റിമൈനിങ് വരുന്നുണ്ടല്ലോ, അപ്പോൾ 37. ഓക്കെ, ദെൻ ഹൗ മെനി മോർ റെഡ് ബീഡ്സ് ആർ നീഡഡ് ടു മേക്ക് 7 സെറ്റ്സ്? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. ഹൗ മെനി റെഡ് ബീഡ്സ് ആർ നീഡഡ് ടു മേക്ക് 7 സെറ്റ്സ് അല്ലേ. 7 ആവണമെങ്കിൽ എത്ര എണ്ണം കൂടി വേണമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇവിടെ 6 എണ്ണത്തിന് എത്ര എണ്ണം വേണ്ടി വന്നു നോക്കൂ. അതിൽ റിമൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് 1 അല്ലേ. അപ്പം ഇനി എത്ര എണ്ണം കൂടി വേണം? 5 എണ്ണം കൂടി വേണം അല്ലേ. അതായത് നീഡഡ് ടു മേക്ക് 7 സെറ്റ്സ്. 6 സെറ്റ് ആയിരിക്കും, ബാക്കി ഇനി എത്ര എണ്ണം ഉള്ളത്? 1 ബാക്കിയുണ്ടല്ലേ. അപ്പം ഇനി 7 സെറ്റ്സ് ആവണമെങ്കിൽ എത്ര എണ്ണം കൂടി വേണം? 5 എണ്ണം വേണം. അപ്പം എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 5. ഓക്കെ, ദെൻ ചെക്ക് ദ ടേബിൾ ആൻഡ് ഡ്രോ ദ ലൈൻസ് ടു കണക്ട് ദ മാച്ചിങ് പെയേഴ്സ് അല്ലേ. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. 1 പവൻ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? യെസ് 8 ഗ്രാം അല്ലേ. ദെൻ 1 ടൺ എത്രയായിരിക്കും കൂട്ടുകാരെ? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. ദെൻ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിൻഡൽ അല്ലേ. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം. Then 1 dozen 12 numbers. Then 1 kilometer 1000 meters. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക, കാണാതെ പഠിച്ച് വെക്കുക. ഓക്കെ, ദെൻ 6 ക്വസ്റ്റ്യൻ എന്താണ്? ഹാഫ് ആൻഡ് ക്വാർട്ടർ ആണല്ലേ. കളർ 1/2 ഓഫ് ദ പിക്ചർ ഗിവൺ ബിലോ. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് പോർഷൻ ആണല്ലേ. അതായത് ഇവിടെ ആകെ എത്ര എണ്ണം ഉണ്ട്? യെസ് 8 ഉണ്ടല്ലോ. അപ്പോൾ 8ൽ 4 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? യെസ് കളർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയും യെസ് 4 എണ്ണത്തിൽ നിങ്ങൾ നിറം കൊള്ളുക. ഓക്കെ, ദെൻ എമംഗ് 40 സ്റ്റുഡൻസ് സ്റ്റാൻഡേർഡ് ഫോർ താമരക്കുളം LP സ്കൂൾ ഹാഫ് അച്ചീവ്ഡ് A ഗ്രേഡ് ഇൻ ഹാഫ് ഇയർലി എക്സാമിനേഷൻ. ഹൗ മെനി സ്റ്റുഡൻസ് ഗോഡ് A ഗ്രേഡ്? 40 സ്റ്റുഡൻസിൽ 1/2 സ്റ്റുഡൻറ്റ്, 40ൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ അതായത് 40ൻ്റെ പകുതി അല്ലേ. എത്രയാണ് വരിക? 40ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം 20 ആണല്ലേ. എത്രയാണ്? 20. യെസ് 20. Okay, then in a class of 40 students, standard for 3/4 are girls. Calculate the number of boys and girls. എന്താ പറഞ്ഞിട്ടുള്ളത്? 40 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. 4ാം ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 3/4 ഭാഗം ആരാണ്? അതായത് 3/4 ഭാഗവും ആരാണ്? യെസ് ഗേൾസ് ആണ് അല്ലേ. അതായത് 4ൽ 3 ഭാഗവും ആരാണ്? യെസ് ഗേൾസ് ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് 40 ഇൻറ്റു 3/4 കണ്ടെത്താം അല്ലേ. 40 ഇൻറ്റു 3/4. 40 ഇൻറ്റു 3 നമുക്കറിയാം എത്രയാണ്? അത് 120 ആണല്ലേ. ഇനി 120നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ് 120നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. യെസ് 120/4 അല്ലേ. ഒരു 4 യെസ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? യെസ് 30 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടെത്തിയിട്ടുള്ളത്? യെസ് നമ്പർ ഓഫ് ഗേൾസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 30. ഗേൾസ് അല്ലേ 3/4. അപ്പം നമ്പർ ഓഫ് ഗേൾസ് 30. ഇനി നമുക്ക് ബോയ്സിൻ്റെ എണ്ണം കണ്ടെത്താമല്ലോ. എന്ത് ചെയ്താൽ മതി? ആകെ 40 കുട്ടികളല്ലേ ഉള്ളത്. അപ്പം 40ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാണ്? 40 - 30 എത്രയാണ്? അതെ 10 അല്ലേ. അപ്പം നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 10. നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 10. Okay, then put a tick mark on the picture that shows 1/2 portion. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് പോർഷൻ അല്ലേ. ഏതായിരിക്കും? എളുപ്പമല്ലേ. യെസ് C ആണ്.
യെസ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.